നല്ല വലിയ പശു കേട്ടാ. ഇത് ചെറിയ പശു ഇല്ല, നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ പശു. മുകളിലെ കാമ്പ് വെലാശം, കാമ്പ് നീളം, പാൽ നരമ്പ്. അതാണ് പാൽ നരമ്പ്. ഇതാണ് പാൽ നരമ്പ് ചേട്ടാ. ഈ പശു രണ്ടാം പേര് നല്ല വലിയ പശുവാണ്. ഇത് വന്ന് 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. നമ്മൾ 20 ലിറ്റർ പറഞ്ഞു കൊടുക്കുക. പ്രസവിക്കാൻ ഒരു 20 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഇന്നലെ കറുപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ക്ലൈമറ്റിക്ക് പെട്ടെന്ന് സെറ്റാകും. അതും കൂടെ ഒരു ചില ബൈക്കിൽ വന്ന് വില കൂടുതലുണ്ടെങ്കിൽ ഈ ചൂട് കമ്മിയാണ് സ്ഥലം, ഇപ്പോൾ വന്ന് ഇടുക്കി, മൂന്നാർ, പിന്നെ വയനാട്, മാനന്തവാടി ആ ലൈനിൽ വന്ന് അതുപോലെ പശുക്കൾ സെറ്റാവും. വില കൂടുതലുള്ള പശു, കറുപ്പ് കൂടുതലുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിലും സെറ്റാവും. ഇത് രണ്ടാം പേരട്ടാ. പശു നല്ല വെളുപ്പത്തിലുണ്ട്. ഞാൻ തൊട്ടടുത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് കുറച്ച് മുകളിലുണ്ട്. ഇത് ജെർസിയിലെ കുറച്ച് വെളുപ്പുണ്ട്, കണ്ടോ. നമ്മൾ ചെസ്റ്റ് അടുത്തുണ്ട്, കണ്ടോ. രണ്ടുമേ നോക്കിയാൽ സിസ്റ്റർ പോളവേ ഉണ്ടോ. ചേട്ടാ രണ്ടുപേർ രണ്ടാം പേര് ചേട്ടാ. മാക്സിമം ഇവിടെ ഞങ്ങൾ ഫാമിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് കണ്ണിപ്പേർ, രണ്ടാം പേർ, മൂന്നാം പേർ. പശു എങ്ങനെ നോക്കിയാലും ഒരു 20 ലിറ്റർ കിട്ടി ടൈപ്പാണ്. അടുത്ത പശു HF നോക്കാം. ഇത് എല്ലാമേ മാക്സിമം കൂടുതലായിട്ട് HF ആണ് എടുത്ത് ഇല്ലല്ല, ക്രോസ് ബ്രീഡ്. ഫുൾ ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക്. എല്ലാ ക്ലൈമറ്റ് സെറ്റാവും. കാമ്പ് കണ്ട കരുങ്കാമ്പ്, നല്ല പാൽ നരമ്പ്, കാമ്പ് വിലാസം എല്ലാമേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി എടുത്ത് കൊടുക്കും. പശു എങ്ങനെ വെളുപ്പത്തിലുണ്ടാ, പശു ഒന്ന് നല്ല മുഖലച്ചനുണ്ടാ, പശു തോൾ സൈനിങ് ഉണ്ടാ, ഇല്ല പാൽ നരമ്പ്, കാമ്പ് എല്ലാം നോക്കി ഈ പശു 20 ലിറ്റർ കിട്ടാട്ടാ. ചുമ്മാ വെറുതെ എല്ലാ പശുമേ 20-25 കിട്ടണം പറയുമില്ല. പശുവിൻ്റെ ഉടമസ്ഥന് എടാ ഇത് 1 ലക്ഷം കൊടുക്കും, 1 പത്ത് കൊടുക്കണം പറയും. നമ്മൾ വില ബാർഗിൻ പറയും. ബാർഗിൻ പറഞ്ഞ് ഇത്രയ്ക്ക് മേടിക്കുക അത്രയ്ക്ക് വേണം സംസാരിച്ച് നിങ്ങൾ ചോദിക്കും ചേട്ടാ എനിക്ക് ഇത്രയ്ക്ക് മേടിച്ച് കൊടുക്കണം പറഞ്ഞാൽ നമ്മൾ ബാർഗിൻ 2 പേർക്ക് ഇടയ്ക്ക് ബാർഗിൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു കൈത്ത് പിടിച്ച് നമ്മൾ ബാർഗിൻ പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിച്ച് കൊടുക്കും. അതാ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 60,000 ഉണ്ട്. ഇപ്പോൾ എല്ലാം വില കൂടിപ്പോയി. ഇപ്പോൾ 45-50 അതിലുള്ള പാക്കിൽ മാക്സ് കിട്ടില്ല ഓപ്പണായിട്ട് പറഞ്ഞാൽ. ഇപ്പോൾ എല്ലാ വിലവാസി തീറ്റ ചിലവില കൂടിപ്പോയി. സ്റ്റാർട്ടിങ് നിങ്ങൾ ഒരു 55-ൻ്റെ മുകളിൽ 60-ൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1,20,000 1,30 വരെയുള്ള പൈക്കലുണ്ട്. നല്ല വലിയ പശു, നല്ല ഇടപെട്ട നീളം, പ്രസവിച്ച പശുവാണ്. രണ്ടിന് ഇതിപ്പോൾ പ്രസവിച്ചത് രണ്ടാം പേരാണ്. എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പൊള്ളാച്ചിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഫ്രണ്ട്സുണ്ട്. അണ്ണന്മാർക്ക് ഇതേ ആ ഭാഗത്ത് മാറിയിട്ടുണ്ട്. അണ്ണന്മാർക്ക് ഇതേ ക്യാമറയുടെ ഫ്രണ്ട് വരാൻ നല്ല മടിയുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ചെറിയ സംഗതിയായിട്ട് പൊള്ളാച്ചി വന്നതാണ്. വേറെ ഒന്നുമല്ല, അമ്മമാർക്ക് ഒരു ചെറിയ ഫാമുണ്ട്. ഇപ്പോൾ കുറച്ച് പശുക്കളെയൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അണ്ണനെ ഇവിടെ വന്ന് പരിചയപ്പെട്ടു. ഹായ്, പേരെങ്ങനെയായിരുന്നു? മണികണ്ഠൻ. മണികണ്ഠൻ അണ്ണനെ പരിചയപ്പെട്ടു. അണ്ണൻ ഇവിടെ ശരിക്കും കൗ സെയിൽ, കൗ ബ്രോക്കർ. അണ്ണനെ പരിചയപ്പെട്ടു. അണ്ണൻ കുറേ ഫാമുകളൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കാൻ പോകണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫാമാണ് നമ്മൾ കാണുന്നത്. ഇത് എത്ര പശുക്കളുണ്ടാണ് ഇവിടെ? ഇവിടെ ഒരു 15 പശുണ്ട്. 10 കേരളത്തിൽ പരിപാടി ഉണ്ട്. എല്ലായിടത്തും ഇറക്കാനുണ്ട് പശുക്കളെ ഇറക്കാനുണ്ട്. അപ്പടിയാ? ശരി ശരി. അന്ന് ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. ഓ മലയാളത്തിൽ നിങ്ങൾ സംസാരിച്ചോളൂ. അപ്പോൾ ഇത് 10 പശുക്കളാണ്. ഇവിടെ ഒരു 10-12 പശുണ്ട്. അല്ല ചെനയിലുമുണ്ട്, പ്രസവിച്ച വൈക്കലുമുണ്ട്. നിങ്ങളിങ്ങനെ കേരളത്തിൽ പശുക്കളെ കൊടുക്കുന്നതാണോ? ചേട്ടാ നമ്മൾ സ്ഥിരമായിട്ട് ഇതേ പരിപാടി 10-5 ദിവസം ഇതേ പരിപാടിയാണ് കേരളത്തിൽ. കേരളത്തിൽ ഒരുപാട് സ്ഥലത്തിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ ഇത് ഫാമിലി ബിസിനസ്. അതെ, ഫാമിലി ബിസിനസ്സാണ് ഇതെല്ലാം. ഒരുപാട് സ്ഥലത്തെല്ലാം അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പശുക്കളെ വാങ്ങുന്നതാണ്. പൊള്ളാച്ചി നല്ലൊരു മാർക്കറ്റാണ് തോന്നുന്നു. അതെ അതെ, പൊള്ളാച്ചിയിൽ ഒരുപാട് പൈക്കൾ ഉണ്ടാവും. നോക്കാണ് കൂടുതലായിട്ട് പൈക്കൾ ഉണ്ടാവും. പൊള്ളാച്ചി പിന്നെ ഉടമലപ്പേട്ട ഈ ലൈന ഫുള്ള പശുക്കൾ ഒരുപാട് ഉണ്ടാവും. നമ്മള് ചെറിയ എന്താ വെച്ചാൽ നമുക്ക് തോന്നുന്ന ചില സംശയങ്ങളൊക്കെ ചോദിക്കാമല്ലോ. എല്ലാമേ ചോദിക്കട്ടെ, എല്ലാം ചോദിക്കാം. എല്ലാം ഞാൻ ആദ്യം ചോദിക്കുന്നത്, പലരും എന്താ പറയുക, നല്ലൊരു ശതമാനം മലയാളികൾക്കൊരു പേടിയുണ്ട്. തമിഴ്നാട്ടിൽ വന്ന് പശുക്കളെ മേടിച്ച് കഴിഞ്ഞാൽ അതൊരു പറ്റിയാവോ, ആളുകൾ പറ്റിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണുന്ന അങ്ങനെ ചിന്തിക്കും. അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ ചേട്ടാ? അത് ഞങ്ങൾക്ക് നോക്കി നേരിട്ട് കാണിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ചെന പശുണ്ടെങ്കിൽ നാളുകാൻ പിളിഞ്ഞ് കാണിച്ചിട്ട്, പ്രസവിച്ച പശുങ്ങളെ കറന്ന് കാണിച്ച് നിങ്ങൾ കണ്ണു മുമ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളെല്ലാം നോക്കിക്കോ. നിങ്ങളെല്ലാം ഇത്ര പശുക്കളുണ്ട്, ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം പറയാം. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പശു എങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നേരിട്ട് പശു വെള്ളം കുടിക്കണത്, തീറ്റ കെടുക്കണത്, പശു കറക്കണത്, നാളുകാൻ പിളിച്ച് എല്ലാമേ നോക്കാം. എല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾക്ക് വേറെ കാര്യം, ഞങ്ങൾക്ക് ആർക്കും ഈ പശുവിന് എന്താ പറയുക, ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഡയറി ഫാമുമായിട്ട് അത്ര വലിയ ബന്ധമില്ല. ഞങ്ങളാരും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ, ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേ. ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തരും. അതിനൊപ്പം പശുവിനെ എങ്ങനെ നല്ലോണം വാങ്ങാം അതുകൊണ്ട് പറഞ്ഞു തരും. എല്ലാമേ A to Z എല്ലാ കാര്യം കേട്ടോ. ഇവിടെ എപ്പിസോഡ് തീരുവതല്ലോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കാണാൻ വന്നാൽ എങ്ങനെയാണ് പശുക്കളെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു തരും. അതുപോലെ ഏറ്റവും നല്ല പശു നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് നോക്കാം. ഓക്കെ അണ്ണാ, അപ്പം നല്ലൊരു എപ്പിസോഡിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞു തന്നെ. നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് കാണാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ചേട്ടാ, ഈ പശു രണ്ടാം പേര് നല്ല വലിയ പശുവാണ്. ഇതും ഒന്ന് 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. നമ്മൾ 20 ലിറ്റർ പറഞ്ഞു കൊടുക്കാം. പ്രസവിക്കാൻ ഒരു 20 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 20 ദിവസം. ഏன்னா ഇത് ധ്രുവ കൃഷിയിൽ നിന്ന് വളർത്തുന്ന ആളിടത്തു നിന്ന് നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നിർത്തി ഒരു 10 to 15 ദിവസം നോക്കി പശുക്ക് വെള്ളം കൂടി തീറ്റ കൂടി കൊണ്ടുത്തിട്ട് പ്രസവിക്കാൻ ഒരാഴ്ച സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കസ്റ്റമർ വിളിക്കും. ഇല്ലെങ്കിൽ 20 ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മതി അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. കാരണം 20 ദിവസം ഗ്യാപ്പുള്ള പശുക്കൾ നമ്മൾ സ്ഥലത്തിൽ കൊണ്ടുപോയിട്ട് പട്ടണം സെറ്റായി പോകും. മനസ്സിലായില്ലേ? പട്ടണം നമ്മൾ ക്ലൈമറ്റുക്കും നമ്മൾ തീറ്റക്കും വെള്ളം കൂടി തീറ്റ കൂടി എല്ലാം സെറ്റായി പോകും. അപ്പുറം വന്ന് ഓരോ അസുഖവും വരില്ല. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫാമിൽ എടുത്തിട്ട് പ്രസവിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇതുപോലെ 25 ദിവസം ഗ്യാപ്പുള്ള പൈക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ചെറിയ ക്രോസ് ബ്രീഡ്, ചെറിയ ക്രോസ്, പ്യൂർ പറയല ചെറിയ ക്രോസ്. പ്യൂർ HF പശു നല്ല വെളുപ്പത്തിലുണ്ടാവും, മോല ടൈപ്പ് ഉണ്ടാവും, കൊമ്പുല ടൈപ്പും ഉണ്ട്. അത് കാണിക്കാം, നമ്മൾ അടുത്തടുത്ത് കാണിക്കാം. നമ്മൾ ഇത് നല്ല പാല് കിട്ടുന്ന വർഗ്ഗമാണ്. അത് ഇന്നലെ കറുപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ക്ലൈമറ്റിക്ക് പെട്ടെന്ന് സെറ്റാകും. അതും കൂടെ ഒരു ചില ബൈക്കിൽ വന്ന് വില കൂടുതലുണ്ടെങ്കിൽ ഈ ചൂട് കമ്മിയാണ് സ്ഥലം, ഇപ്പോൾ വന്ന് ഇടുക്കി, മൂന്നാർ, പിന്നെ വയനാട്, മാനന്തവാടി ആ ലൈനിൽ വന്ന് അതുപോലെ പശുക്കൾ സെറ്റാവും. വില കൂടുതലുള്ള പശു കറുപ്പ് കൂടുതലുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിലും സെറ്റാവും. ചേട്ടാ, എല്ലാമേ നമ്മൾ നോക്കണം കേട്ടോ. രോഗമേ എതുമേ വരാതെന്ന് പറയാൻ പറ്റില്ല. ഓപ്പണായിട്ട് പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയി എടുത്തിട്ട് എല്ലാ പ്രസവിച്ച പശു വന്ന് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അതിൻ്റെ മെഡിസിൻ കാര്യം എല്ലാം നോക്കണം. പ്രസവിച്ച പശുല്ലേ ടയർഡ്, എല്ലാ പശു പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടയർഡ്നെസ് ഉണ്ടാവും, കുറച്ച് ഫീവർ ഉണ്ടാവും. അതെല്ലാം നമ്മൾ നോക്കണം. ഓപ്പണായിട്ട് പറഞ്ഞു, ഏതുമേ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ പോയ സെസലിൽ നിർത്തിയാൽ മതി, പശു പാൽ കറന്നാൽ മതി, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പശു ശുദ്ധിച്ച് നോക്കണം. നോക്കിയാൽ അത് പാല് കിട്ടും, പ്രോപ്പറായ ഇതാണ്ടാവും. ഇത് രണ്ടാം പേരട്ടാ പശു നല്ല വെളുപ്പത്തിലുണ്ട്. ഞാൻ തൊട്ടടുത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് കുറച്ച് മുകളിലുണ്ട്. ഇതും 25 ലിറ്റർ കിട്ടുന്ന വർഗ്ഗമാണ്. ഇല്ലില്ല, ചെനയാ. പ്രസവിക്കാണ് ഒരു 10 to 10 ദിവസം പഠിക്കും. ചെന നല്ല ചെന, മടിസെട്ട്, കാമ്പ് എല്ലാമേ ഉണ്ട്. നല്ല മടിസെട്ട്, കാമ്പ് എല്ലാമേ ഉണ്ട്. നല്ല വെളുപ്പുള്ള പശുത, HF ഇണത്തപ്പെട്ട പശുത. എങ്ങനെ നോക്കിയാലും 20 ലിറ്റർ സ്യൂറ ഗ്യാരണ്ടിയാണ് പറഞ്ഞു കൊടുക്കും. കമ്പൾസറി ഉറപ്പായിട്ട് കിട്ടും. ഏன்னா ഇത്ര വെളുപ്പമുണ്ട്, ഇടപ്പെട്ട നീളമുണ്ട്, മടിസെട്ട്, കാമ്പ് എല്ലാ രീതിയിലുമേ ഉണ്ട്. അത് കമ്പൾസറി 20 ലിറ്ററിൻ്റെ മുകളിൽ തന്നെ കിട്ടും. നമ്മൾ 22-23 ലിറ്റർ പറഞ്ഞേ കൊടുക്കുക പശു. ഇത് പശു രണ്ടാം പേരുതാ. ഇനി ഒരു 10 ദിവസം പിടിക്കും. നമ്മൾ ക്ലൈമറ്റ് കേരളത്തിൽ സെറ്റാണ് പശുത. കേരളത്തിലെ എല്ലാ സ്ഥലത്തിലും സെറ്റാണ് പശുത. അടുത്ത് നോക്കാൻ പോകുന്നത് ജെർസി പശു. ജെർസി ഇല്ല, ക്രോസ് ബ്രീഡോ. അതെ. ഇല്ല, ജെർസി ക്രോസ്. രണ്ടും നോക്കിയാൽ സിസ്റ്റർ ബോൾ ഉണ്ടാവും. രണ്ടും ഒരേപോലെ സിസ്റ്റർ ബോൾ ഉണ്ടാവും. ഇത് ജെർസിയിലെ കുറച്ച് വെളുപ്പുണ്ട്, കണ്ടോ? നമ്മൾ ചെസ്റ്റ് എടുത്തുണ്ട്, കണ്ടോ? രണ്ടുമേ നോക്കിയാൽ സിസ്റ്റർ ബോളവേ ഉണ്ടാവും. ചേട്ടാ, രണ്ടാം പേര് ചേട്ടാ. മാക്സിമം ഇവിടെ ഞങ്ങൾ ഫാമിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് കണ്ണിപ്പേർ, രണ്ടാം പേര്, മൂന്നാം പേര്. അതൊക്കെ മുകളിലോട്ട് ഞങ്ങൾ നിർത്തില്ല. ഏன்னா അതൊക്കെ മുകളിലോട്ട് നിർത്തിയാൽ കാൽസ്യം ഡൗൺ ഇഷ്യൂള്ള വരും. അതുകൊണ്ട് വന്ന് 3ആം പേര് വരയ്ക്ക് ഞങ്ങൾ ഇവിടെ ഫാമിൽ നിർത്തി വെക്കും. പിന്നെ എല്ലാ ആൾക്കാരും മേടിക്കാൻ വിളിച്ച്, ഇല്ലെങ്കിൽ ആൾക്കാർ സ്ഥിരമായിട്ട് ബഡ്ജിമുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ബ്രോക്കർ, നമ്മളെ പോലെ ഒരുപാട് ബ്രോക്കർമാരുണ്ട്, വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ച് സെയിൽസ് ആക്കി പോകും. ഇത് ഓപ്പണായിട്ട് സെയിൽസ് പരിപാടി, അതെല്ലാം ഫുള്ള് സെയിൽസ് ഇതാ. എല്ലാമേ സെയിൽസ് തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് എല്ലാമേ. ഇത് ജെർസി ചേട്ടാ. രണ്ടാം പേര് നല്ല തോൾ സൈനിങ് ഉണ്ട്. തോൾ നോക്കിയാൽ നല്ല സൈനിങ് ഉണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും ഒരു 20 ലിറ്റർ കിട്ടും ടൈപ്പാണ്. പാൽ നരമ്പ്, കാമ്പ് ചേട്ടാ കിട്ടട്ടാ. 22-25 ലിറ്റർ കിട്ടിയ ജെർസിയിലും ഉണ്ട്. അതാ എത്ര വെളുപ്പുണ്ട് കണ്ടോ? നല്ല വെളുപ്പത്തിൽ നല്ല ഇതിലുണ്ട്. നന്നായിട്ട് ഫുഡ് കൊടുത്ത് തീറ്റ കൊടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞ പാലേ കിട്ടും. പശുവിൻ്റെ ഗുണസം 22 പറഞ്ഞു. നമ്മൾ ഒരു 20 ലിറ്റർ സ്യൂറ പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ വേണ്ട, 2 ലിറ്റർ കമ്മിയാവേ കൊണ്ടുപോയിക്കോ. 18 ലിറ്റർ സ്യൂറ ഗ്യാരണ്ടിയാണ് കിട്ടും. അതേപോലെ രണ്ടാം ജെർസി, രണ്ടാം പേര്. നല്ല വെളുപ്പമുണ്ട്, നല്ല കുറച്ച് വെയിറ്റിലുണ്ട്, തോൾ സൈനിങ് ഉണ്ട്, നല്ല വെള്ള കൊമ്പ് കണ്ടോ? വെള്ള കൊമ്പ്. ഇതും വന്ന് പ്രസവിക്കുകയാണ് ഒരു 10-15 ദിവസം പിടിച്ചാലും ഇതും ഒരു 18 to 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. നമ്മൾ 18 ലിറ്റർ സ്യൂറ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. മനസ്സിലായില്ലേ? നമ്മൾ ക്ലൈമറ്റ് ഇത് എല്ലാ സ്ഥലത്തിലും സെറ്റാകാൻ പറ്റാ. കേരളത്തിൽ ഇത് വന്ന് സെറ്റാകാതെ സ്ഥലമേ ഇല്ല. കേരളത്തിലെ ചൂടുള്ള സ്ഥലത്തിലും ഇതുപോലെ പൈക്കിൽ സെറ്റാവും. നമ്മൾ ഒന്നുമില്ല, പുറത്ത് പറമ്പിലെ കൈകെട്ടി മേയാൻ വിടാം. HF കാട്ടിലും വന്ന് അതായത് ഒന്ന് മെയിൻ്റനൻസ് കമ്മി. അത് കുറച്ച് മെയിൻ്റനൻസ് കൊടുത്താൽ ഇത് മെയിൻ്റനൻസ് കമ്മിയായിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? പക്ഷേ
HF വന്ന് നീണ്ട കറവ കിട്ടും. നമ്മൾ ഒരു കൊല്ലം വരയ്ക്ക് കറന്നുകൊണ്ടേ എടുക്കാം. മനസ്സിലായി? ഇത് അങ്ങനെയില്ല. നമ്മൾ ചേന പിടിപ്പിച്ച 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 ലിറ്റർ കിട്ടുന്നത് ഒരു 15 ലിറ്റർ ആയിപ്പോൾ, ഒരു 17 ലിറ്റർ ആയിപ്പോൾ. മനസ്സിലായില്ലേ? ഒരു 3 മാസം വരയ്ക്ക് നന്നായിട്ട് കറക്കാം. 3 മാസം കഴിഞ്ഞിട്ട് കുറച്ച് പാല് കമ്മിയായിപ്പോൾ. ചേന പിടിപ്പിച്ചാൽ കുറച്ച് കമ്മിയായിപ്പോൾ. പക്ഷേ HF നീണ്ട കറവ് കറക്കാം. പക്ഷേ ഇതിന് ഇന്നൊരു പ്ലസ് പോയിന്റ് ചോദിച്ചാൽ ഇത് വന്ന് ഫാറ്റ് കിട്ടും. അടുത്ത പശു HF നോക്കാം. ഇത് എല്ലാമേ മാക്സിമം കൂടുതലായിട്ട് HF ആണ് എടുത്ത് ഇല്ലല്ല ക്രോസ് ബ്രീഡ് ആ. ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഫുൾ ബ്ലാക്ക് എല്ലാ ക്ലൈമറ്റ് സെറ്റാവും. ഫുൾ ബ്ലാക്ക്. ഈ ബ്ലാക്ക് മറ്റും നോക്കി മേടിക്കുന്ന ആൾക്കാരുണ്ട്. കോഴിക്കോട് ലൈൻ ആൾക്കാർ കറുപ്പ് കൂടുതലായിട്ടുണ്ട്. അഴകില്ല. ഈ കറുപ്പ് വന്ന് ക്ലൈമറ്റ് സെറ്റാവും. കൊഞ്ചം കിതപ്പ് കമ്മിയാവും അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ ആൾക്കാർക്ക് നോക്കി നിർത്തി വെച്ചിട്ടുണ്ട്. രണ്ടാമത് കറുത്ത കാമ്പ് നോക്കി, കരുങ്കാമ്പ്. കാമ്പ് കണ്ട കരുങ്കാമ്പ്, നല്ല പാൽ നറമ്പ്, കാമ്പ് വിലാസം എല്ലാമേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി എടുത്ത് കൊടുക്കും. പശു എങ്ങനെ വെളുപ്പത്തിലുണ്ടാ, പശു ഒന്ന് നല്ല മുഖലച്ചനുണ്ടാ, പശു തോൾ സൈനിങ് ഉണ്ടാ, ഇല്ല പാൽ നരമ്പ് കാമ്പ് എല്ലാം നോക്കി ഈ പശു 20 ലിറ്റർ കിട്ടാട്ടാ. ചുമ്മാ വെറുതെ എല്ലാ പശുമേ 20-25 കിട്ടുന്ന പറയുമില്ല. ഇതെല്ലാം നോക്കും ഞങ്ങൾ. ബാക്ക് വെയിറ്റ് ഉണ്ടാ, ബാക്ക് ഉണ്ടാ, പിന്നെ പാൽ നരമ്പ് മടിസെട്ട് കാമ്പ് ഇതെല്ലാം ഉണ്ടാ നോക്കിയിട്ട് ചേട്ടാ ഈ പശു 20 ലിറ്റർ കിട്ടും, 25 ലിറ്റർ കിട്ടും, ഇത് കൊണ്ടുപോകും, നിങ്ങൾക്ക് മെച്ചം കിട്ടും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അതിൻ്റെ പരിപാടി നമ്മൾ അത് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ വില ബാർഗിൻ പറയും. പശുവിൻ്റെ ഉടമസ്ഥന് എടാ ഇത് 1 ലക്ഷം കൊടുക്കും, 1 പത്ത് കൊടുക്കുന്നു പറയും. നമ്മൾ വില ബാർഗിൻ പറയും. ബാർഗിൻ പറഞ്ഞ് ഇത്രയ്ക്ക് മേടിക്കുക അത്രയ്ക്ക് വേണം സംസാരിച്ച് നിങ്ങൾ ചോദിക്കും ചേട്ടാ എനിക്ക് ഇത്രയ്ക്ക് മേടിച്ച് കൊടുക്കണം പറഞ്ഞാൽ നമ്മൾ ബാർഗിൻ 2 പേർക്ക് ഇടയ്ക്ക് ബാർഗിൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു കൈത്ത് പിടിച്ച് നമ്മൾ ബാർഗിൻ പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിച്ച് കൊടുക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 60,000 ഉണ്ട്. ഇപ്പോൾ എല്ലാം വില കൂടിപ്പോയി. ഇപ്പോൾ 45-50 അതിലുള്ള പാക്കിൽ മാക്സ് കിട്ടില്ല ഓപ്പണായിട്ട് പറഞ്ഞാൽ. ഇപ്പോൾ എല്ലാ വിലവാസി തീറ്റ ചിലവെല്ലാം കൂടിപ്പോയി. സ്റ്റാർട്ടിങ് നിങ്ങൾ ഒരു 55-ൻ്റെ മുകളിൽ 60-ൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1,20,000 1,30 വരയ്ക്കുള്ള പൈക്കലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എത്ര കയ്യിലുണ്ടോ 60,000 മുകളിലുണ്ടെങ്കിൽ വന്നെങ്കിൽ നല്ല പശുക്കൾ മേടിച്ച് ചേട്ടാ സ്റ്റാർട്ടിങ് വന്ന് നമ്മൾ ഒരു 75-ൻ്റെ മുകളിലിടണം. 75-ൻ്റെ മുകളിൽ 1,20,000 വരയ്ക്ക് പൈക്കലുണ്ട്. അതെന്താ അറിയാം? അങ്ങനെയില്ല. HF കുറച്ച് വില കൂടി വരും, ജെർസി കുറച്ച് വില താല്പിച്ചെടുക്കാം. HF കാട്ടിലും ഒരു 5,000 to 10,000 രൂപയ്ക്ക് വില താല്പിച്ച് മേടിക്കാം. HF കാട്ടിലും HF മൗസുണ്ട്. ഒന്നുമില്ല, ഈ കറവ വന്ന് ഈ പശു വലിയ പശു ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു 1 ലക്ഷത്തേക്ക് മേടിക്കാം. എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതേ നമ്മളിപ്പോൾ കറഞ്ഞ് ഒരു 5 മാസം 6 മാസം കറഞ്ഞ് 1 കൊല്ലം കറക്കുന്നുണ്ട്. ഇത് പകുതി കറവിൽ മേടിച്ചാൽ 50 രൂപ കമ്മിയെ ആരും കൊടുക്കില്ല. ഇവിടെ തമിഴ്നാട്ടിലെ കേരളത്തിൽ ചിലപ്പോൾ വില കൂടി പോകും. കേരളത്തിലെ ജില്ലയിൽ നിങ്ങൾ അവിടെ സെയിൽസ് ആക്കിയിട്ട് കുറച്ച് വില കൂടും. ഇവിടെ ഇതേ പശു നമ്മളിപ്പോൾ 1 ലക്ഷത്തേക്ക് ഈ പശു മേടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറയാം. ഇത് വന്ന് നമ്മൾ ഒരു 5 മാസം 6 മാസം കറന്നെടുത്തു. വേണ്ട നമ്മൾക്ക് അർജൻറ്റാണ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുത്താലും 50 രൂപ കമ്മിയിലാൻ കിട്ടും. അപ്പോൾ പശുവിൻ്റെ പകുതി എമൗണ്ട് നമ്മൾ കിട്ടി. ഇതിൻ്റെ കുട്ടിയുണ്ട്, 1 കൊല്ലത്തെ കുട്ടിയുണ്ട്, അത് കൊടുത്താലും ഇതിൻ്റെ HFൻ്റെ കുട്ടി 1 കൊല്ലൻ്റെ കുട്ടി കൊടുത്താലും 20-25 രൂപ മുകളിൽ താൻ പോകും, കമ്മിയെ പോകില്ല. അപ്പോൾ നമ്മൾക്ക് എത്ര രൂപയായി? നമ്മൾ മേടിച്ച പൈസ കാട്ടിലും നമ്മൾക്ക് ഒരു 70 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. മിച്ച പൈസ നമുക്ക് കറന്ന പൈസ ഉണ്ടല്ലേ, എങ്ങനെ നോക്കിയാലും ലാസ് ആകില്ല. ഒരു പശു നഷ്ടം വരില്ല ഒരിക്കലും. നമ്മൾ അതിന് ശ്രദ്ധിച്ച് നോക്കണം. ജസ്റ്റ് പശു മേടിച്ചിട്ട് നമ്മൾക്ക് മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടും. പോയി പശു മേടിച്ചാൽ മതി, പോയി ഫാമിൽ കെട്ടിയാൽ മതി അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് വന്ന് നല്ല വലിയ പശു, ഇത് പ്രസവിച്ച പശുവാണ്. നല്ല നമ്മൾ ഹൈറ്റ് നോക്കാം. എൻ്റെ ഹൈറ്റ് 5.7 5.7. എൻ്റെ കഴുത്തടുത്തുണ്ട് കണ്ടോ. നല്ല വലിയ പശു, നല്ല ഇടപെട്ട നീളം, പ്രസവിച്ച പശുവാണ്. ഇതിപ്പോൾ പ്രസവിച്ചത് 2ാം പേരാണ്. 2 നേരം കൂടി 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. നമ്മൾ 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. 22, 23, 25 വരെ കിട്ടും. പക്ഷേ നമുക്ക് 20 ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നല്ല വലിയ പശു കേട്ടാ. ഇത് ചെറിയ പശു ഇല്ല. നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ പശു. കണ്ടോ പശു 2ാം പേരുതാ. ഇനി കൊമ്പും കൂടെ എടുത്തിട്ടില്ല. 2ാം പേര് 25 ലിറ്ററിൻ്റെ മുകളിൽ. പശുവിൻ്റെ ഉടമസ്ഥൻ 30 ലിറ്റർ പറഞ്ഞു. 35-30 പറഞ്ഞു. വേണ്ട, 27 ലിറ്റർ 2 ലിറ്റർ കൂട്ടിയേ എടുത്തിട്ട് പോയിക്കും. നല്ല വലിയ പശു കണ്ടോ. നല്ല വലുപ്പത്തിലുണ്ട്, നല്ല ഇടപെട്ട നീളമുണ്ട്, നല്ല വെയിറ്റിലുണ്ട് പശു. ഇതെല്ലാം വന്ന് 1 റുപ്പീൻ്റെ മുകളിലതാണ് ഇതെല്ലാം. അതെ കമ്പൽസറി പറയട്ടെ, വിലപ്പുണ്ട്. ഇനി അടുത്ത ഈ പശു ഈ പേരിൽ കറന്നിട്ട് നിങ്ങൾ അടുത്ത പേര് കൊടുത്താലും നമ്മൾ മേടിച്ച പൈസ കിട്ടും. ഈ പേരിൽ നിങ്ങൾ കറന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത പേര് കൊടുത്താലും നമ്മൾ മേടിച്ച പൈസ കിട്ടും. പ്രസവിക്കാണ് ഒരു 20 to 25 ദിവസം ഗ്യാപ്പ് അടിക്കും. വേണ്ട, പ്രസവിക്കാൻ കുറച്ച് സമയമുണ്ട്. 20 ദിവസം ഗ്യാപ്പ് അടിക്കും. പച്ച 25 ദിവസം ഗ്യാപ്പ് അടിച്ചാലും നല്ല വലിയ അകട വരും. ചെറിയ അകടല്ല, വലിയ അകട വരും. ഗ്യാരണ്ടി ആയിട്ട് 25 പറഞ്ഞേ കൊടുക്കട്ടെ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം.
ഷൂറേട്ടാ ഇല്ല ഒന്ന് പച്ചവെള്ളം കൊടുക്കുന്ന ആൾക്കാർക്ക് 25 ലിറ്റർ കിട്ടട്ടാ കറവ കാണിച്ചല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? ചേട്ടാ പ്രസവിച്ച പശു കറന്ന് കാണിച്ച് കൊടുക്കട്ടോ പ്രസവിച്ച പശു ഏന്നാ മഞ്ഞപ്പാലിൽ അത്ര പാൽ കിട്ടും പറയാൻ പറ്റില്ല ഒരു 10 ദിവസം ആയപ്പോൾ കമ്പൾസറി ഗ്യാരണ്ടിയായിട്ട് കറന്നേ കാണിച്ചു കൊടുക്കാം എന്നുള്ള വലിയ പശു ഇതാ ഒരു 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും ടൈപ്പ് കണ്ടോ പാൽ നരമ്പെല്ലാം കണ്ടോ പാൽ നരമ്പെല്ലാം ഉണ്ട് കാമ്പ് നീളം കാമ്പ് ഗ്യാപ്പ് കണ്ടോ മുകളിലെ കാമ്പ് വിലാസം കാമ്പ് നീളം പാൽ നരമ്പ് അതാണ് പാൽ നരമ്പ്. ഇതാണ് പാൽ നരമ്പ് കണ്ടോ പാൽ നരമ്പിലെ കണ്ടോ ഇതെല്ലാം 20 ലിറ്ററിൻ്റെ മുകളിൽ 25 ലിറ്റർ വരെ കിട്ടും പ്രസവിക്കുകയാണെങ്കിൽ 10 ദിവസം ഗ്യാപ്പ് ഉണ്ട് നല്ല വലിയ കട വരും നല്ല പറയും ഇതിന് ചവിട്ടിട്ടില്ല കണ്ടോ പൂച്ച മിതുമില്ല നല്ല ഹൈടെക് ഫാമൊക്കെ ഇതുപോലെ പശുക്കൾ സെറ്റാവും ഓക്കെ അങ്ങനെ നമ്മൾ പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഉദുമൽപേട്ട വന്നിട്ട് ഒരു അടിപൊളി ഫാമാണ് ഇപ്പോൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 10-15 പശുക്കളല്ല ഉണ്ട് കേട്ടോ 15 പശുക്കളുണ്ട്. നമ്മൾ അവിടുന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പശുക്കളെ ഇപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനിയും എത്ര 2 ഫാം ഇനി പശു നോക്കാൻ പോകുന്നുണ്ട് ഇനി പശു ഉണ്ട് 3 പശു എടുത്തിട്ടുണ്ട് ഇനി 2 പശു നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി അടുത്തടുത്ത് ഫാം ഉണ്ട് അത് നോക്കിയിട്ട് പിന്നെ ഇത് സംസാരിക്കും നമ്മൾ ഇനി അടുത്ത 2 എണ്ണോടെ കാണുന്നുണ്ട്. പക്ഷെ അത് ഈ എപ്പിസോഡിലൂടെ അല്ല അടുത്ത എപ്പിസോഡിലൂടെയാണ്. ഓക്കെ അപ്പോൾ ശരി അണ്ണാ ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ പറഞ്ഞു മറ്റൊന്നുമല്ല ഇപ്പോൾ പലരും പറയുന്ന വേറെ ഇതെന്ന് പറയുന്നത് ഈ തീറ്റയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന തീറ്റ അവിടുത്തെ ആയിട്ട് ചിലപ്പോഴാണെങ്കിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുക്കും ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ രോഗത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന പശുക്കളുടെ എല്ലാ ക്ലൈമറ്റുമായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ക്ലൈമറ്റുമായിട്ട് സൂട്ടബിൾ ആവുമോ? അതെല്ലാം വന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇതുപോലെ തന്നെ നല്ലൊരു കിടിലം ഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല പശുക്കളുണ്ട് അല്ലേ? അവിടെ HF ജേഴ്സി ഉണ്ട് HF ജേഴ്സി ഉണ്ട്. അപ്പോൾ അത് കാണും. അതിനൊപ്പം തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു മേഖല ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരും. ഫുള്ളായിട്ട് അങ്ങനെ പറഞ്ഞു ഫുൾ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അല്ല അടുത്ത ഫാം. അപ്പോൾ ഇവരോടൊന്ന് ചെറുതായിട്ട് യാത്ര പറയണ്ടേ? പോവാ ടാറ്റ പറയേണ്ടത്. ഓക്കെ അപ്പം വീണ്ടും ഇതുപോലെ തന്നെ അടിപൊളി ഒരു സംഗതിയായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത ഫാമിൽ